ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ധനുഷ് ചെസ് കളിക്കുന്ന സമയം ജ്യൂസുമായി അവിടേക്ക് വരികയാണ് സ്നേഹ. ചെസ് കളിയിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ധനുഷ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഈ കളി എനിക്ക് നേരത്തെ മുതൽ ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഇരുന്നുള്ള ഈ ചെസ് കളിയെ ഒരുതരം ഭ്രാന്ത. അപ്പോൾ ധനുഷ് പറയുന്നു, താമസിയാതെ രാജാവകത്ത് കയറും. അത് ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടം വരെ എത്തിയതെന്ന്. ആര് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ മനസ്സിലാകാത്ത രീതിയിൽ ധനുഷ് പറയുന്നു, അല്ല രാജാവേ, ഈ ചെസ്സിലെ എന്നൊക്കെ പറയുന്നുണ്ട്. ചെസ്സിലെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു, പറഞ്ഞോളൂ, എന്റെ മഹാറാണിക്ക് എന്ത് കാര്യവും എന്നോട് പറയാം. അപ്പോൾ സ്നേഹ പറയുന്നു, എനിക്ക് മടുത്തു ഈ ഔട്ട് ഹൗസിലെ താമസം. എന്തൊരവസ്ഥയായത്. ഞാനും അച്ഛന്റെ സ്വന്തം മോളല്ലേ. പണ്ട് ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഈ ഔട്ട് ഹൗസ്. ഇപ്പോൾ എന്നെ എല്ലാവരും കൂടെ ഇതിനകത്തോട്ട് തള്ളി. തനിക്ക് എപ്പോൾ വേണമെങ്കിലും നെല്ലിശ്ശേരി വീട്ടിലേക്ക് കയറി ചെല്ലാലോ. എനിക്ക് മാത്രമല്ലേ അവിടെ വിലക്കുള്ളൂ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, അതുതന്നെയാ പ്രശ്നം. സ്വന്തം ഭർത്താവിന് അംഗീകാരമില്ലാത്ത വീട്ടിൽ ഭാര്യമാര് താമസിക്കരുത് എന്ന് തന്നെയാ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. ധനുഷ്, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാം. അപ്പോൾ ഇവിടെയുള്ള ആരുടെ മുഖം കാണണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള നമ്മുടെ ഒരു കൊച്ചു ലോകം എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നു, നീ പറഞ്ഞത് ശരിയാ. ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു പെണ്ണും ഇങ്ങനെ തന്നെയാ പറയുക. പക്ഷെ നമുക്കിവിടെ മറ്റുള്ളവരെ മാത്രം നോക്കിയാൽ പോരല്ലോ. നിന്റെ അച്ഛന്റെ കാര്യം കൂടി ഓർക്കണ്ടേ. വയ്യാതിരിക്കുന്ന ഈ സമയത്ത് അച്ഛന്റെ അടുത്ത് തന്നെ നീ വേണം. അതുകൊണ്ടാണല്ലോ അച്ഛൻ നമ്മളെ ഇവിടേക്ക് തിരിച്ചു വിളിച്ചത് എന്ന് പറയുമ്പോൾ, അച്ഛന്റെ സ്നേഹം എനിക്ക് അറിയാം. പക്ഷെ ഏട്ടന്മാർ എന്നോട് മിണ്ടുന്നത് പോലുമില്ല. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മാറി താമസിക്കാമെന്ന്. എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് കണ്ടുപിടിക്കാം ധനുഷ് എന്ന് സ്നേഹ പറയുന്നു. ഒക്കെ ശരി തന്നെയാ, നമുക്ക് നോക്കാം, കുറച്ചുകൂടി കഴിയട്ടെ. തൽക്കാലം നിന്റെ വയ്യാത്ത അച്ഛനെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നിട്ട് നമുക്ക് മാറി താമസിക്കാം. നിന്റെ സന്തോഷം തന്നെ എന്റെ സന്തോഷവും എന്ന് ധനുഷ് പറയുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു. ധനുഷ് ഫോൺ എടുത്ത് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെക്കുമ്പോൾ സ്നേഹ ചോദിക്കുന്നു, എന്താ ധനുഷ് എന്ന്. അപ്പോൾ ധനുഷ് പറയുന്നു, മൂർത്തിയാ വിളിച്ചത്. നിന്റെ അർച്ചനേട്ടത്തിയുടെ കുഞ്ഞിനെ പോലീസുകാർ കൊണ്ടുപോയി. ഇനി ആ കുഞ്ഞ് വളരുന്നതേ ഏതെങ്കിലും ഒരു ഓർഫനേജിലായിരിക്കും. പാവ അർച്ചന എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിക്കുകയാണ്. എന്നിട്ട് സ്നേഹ പറയുന്നുണ്ട്, അത് നന്നായി. അല്ലെങ്കിലും അതെങ്ങനെ അർച്ചനേട്ടത്തിയുടെ കുഞ്ഞാകും. അത് ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലേ. അതിനെ എടുത്ത് വളർത്താൻ ഏട്ടത്തിയോട് ആരെങ്കിലും പറഞ്ഞോ. ചെന്നൈയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്താൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ സന്ധ്യ പറഞ്ഞതല്ലേ. പ്രസവിച്ച് വളർത്തുന്ന കുട്ടിയോളം വരില്ലല്ലോ എടുത്തു വളർത്തുന്ന കുട്ടി. ഇത് കേട്ട് ധനുഷ് പറയുന്നുണ്ട്, ഈ വീട്ടിൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള ഒരേ ഒരാൾ നിന്റെ ഏട്ടത്തിയാണല്ലോ. അതെ, അച്ഛനാ ഇതിനെല്ലാം വളമ്പിച്ചു കൊടുക്കുന്നേ. അന്ന് ഞാൻ സ്വത്ത് എഴുതി കൊടുക്കുന്ന കാര്യത്തിൽ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായേനെ. അങ്ങനെ സ്നേഹ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കാറിന്റെ ശബ്ദം കേട്ട് സ്നേഹ പറയുന്നു, ആ വന്നെന്ന് തോന്നുന്നു. അർച്ചനയോട് സച്ചി പറയുന്നുണ്ട് വീടെത്തിയെന്ന്. പക്ഷേ അർച്ചനയാകെ വിഷമിച്ച് തകർന്നിരിക്കുകയാണ്. ഔട്ട് ഹൗസിൽ നിന്ന് സ്നേഹ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. വീടെത്തിയിട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അർച്ചന ഉള്ളത്. ആരോടും ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് അർച്ചന. ഡോർ തുറന്നു കൊടുത്ത് വാ എന്ന് പറഞ്ഞ് അർച്ചനയെ പിടിച്ചിറക്കുകയാണ് സച്ചി. അവർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സേതു അവിടേക്ക് വരുന്നു. അപ്പോൾ സച്ചി പറയുന്നു, അവർ കുഞ്ഞിനെ കൊണ്ടുപോയി അച്ഛാ. അപ്പോൾ സേതു പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതിയെന്ന്. അത് കേട്ട് അർച്ചന കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുന്നു. ഇത്രയും നാളെ കുഞ്ഞിനെ അർച്ചന വളർത്തിയതല്ലേ അച്ഛാ, ആ സങ്കടം അവൾ എങ്ങനെ സഹിക്കും എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുന്നു, സഹിച്ചേ പറ്റൂ. നീ വേണം അവളുടെ കൂടെ നിന്ന് അവൾക്ക് ധൈര്യം കൊടുക്കാൻ. അകത്തേക്ക് ചെല്ല്, നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ സച്ചി അകത്തേക്ക് പോകുന്നു. സ്നേഹ നിൽക്കുന്നത് സേതു മാധവൻ കാണുന്നുണ്ടായിരുന്നു. സേതു നോക്കുന്നത് കണ്ട് സ്നേഹ പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. അർച്ചന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അവന്തിക വരുന്നു. എന്നിട്ട് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഹലോ, എവിടെ നിന്റെ പുന്നാര കുഞ്ഞ്? പോലീസുകാർ അതിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അനാഥാലയത്തിലേക്കാണോ? അതോ ഇനി അതിനെ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? നീ അതിനെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നേ അവർക്ക് മനസ്സിലായി കാണും. നീ ഇങ്ങനെ കണ്ണും മിഴിച്ചൊന്നും നോക്കണ്ട. നിനക്ക് ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യമില്ല. പ്രസവിച്ച് വളർത്താനുള്ള ഭാഗ്യം നേരത്തെ ദൈവം തന്നില്ല. എവിടുന്നോ കൊണ്ടുവന്ന ആ ഡ്രൈവറുടെ മോളെ പോലീസുകാർ കൊണ്ടുപോവുകയും ചെയ്തു. ഓ, നിന്റെ ഒരു വിധി. ഓ, വല്ലാത്ത ഒരു ജന്മമാ നിന്റെ. കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ ആകെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്തിക. അപ്പോൾ അതൊന്നും സഹിക്കാൻ കഴിയാതെ അർച്ചന മുറിയിലേക്ക് കയറുമ്പോൾ അവന്തിക പിന്നെയും തടയുന്നു. നിക്ക്, അങ്ങനെയൊന്ന് പോയാലോ? നീയേ ഒരു പാഴ്മരവാടി, വെറുതെ അങ്ങ് വളർന്നു നിൽക്കും.
പൂക്കുകയില്ല, കായ്ക്കുകയില്ല. ആർക്കും ഒരു പ്രയോജനമില്ലാത്ത വെറും വേസ്റ്റ്. വെട്ടിമുറിച്ച് വിറകായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നെല്ലിശ്ശേരിയിലെ അടുക്കളയിൽ എരിഞ്ഞു തീരും നിന്റെ ഈ ജന്മം എന്ന് അവന്തിക പറയുമ്പോൾ അത് കേട്ട് സച്ചി അവിടേക്ക് വന്ന് പറയുന്നു, അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവളൊരു പാവമാണെന്ന് കരുതി ഇങ്ങനെ പരിഹസിക്കരുത്. അപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ ആരെയും പരിഹസിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അത് പരിഹാസമാകുമോ? പറഞ്ഞ വാക്കിലെ മുള്ളും മുനയും തിരിച്ചറിയാൻ എല്ലാവർക്കും പറ്റും. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പാഴ്മരമല്ല അർച്ചന, എന്റെ ഭാര്യയാണ് എന്ന് സച്ചി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു, അതുകൊണ്ടെന്താ, എനിക്ക് സത്യം പറഞ്ഞൂടെ? പിന്നെ മുള്ളും മുനയും അതെനിക്ക് മാത്രമല്ലല്ലോ, ഇവളുടെ നാവിൻ തുമ്പിൽ നിന്നും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത്. അത് എന്റെയും മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടത്തി പ്രതികാരം തീർക്കുവാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, എനിക്കൊരു പ്രതികാരവുമില്ല. ഇവളുടെ മുഖം കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് അവളുടെ സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണമില്ലായിരുന്നോ ആ ഡ്രൈവറുടെ മകളെ കൊണ്ടുവന്ന് സ്വന്തം മോളായിട്ട് വളർത്താൻ? ഛേ, എന്തൊരു നാണക്കേടായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് തീർന്നു കിട്ടി. അങ്ങനെ തീർന്നു കിട്ടിയെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് പൂർണ്ണമായും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഒരു ഡോക്ടറും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെന്നൈ പോയി ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. ഇതുവരെ നടത്തിയ ട്രീറ്റ്മെന്റിൽ അർച്ചനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയതുമാണ്. പിന്നെ അന്നത്തെ ആ സംഭവത്തോട് കൂടി ചെന്നൈ പോക്ക് തൽക്കാലം ഞങ്ങളൊന്ന് മാറ്റിവെച്ചതേ ഉള്ളൂ എന്ന് കരുതി ചെന്നൈ പോയി ഒരിക്കലും ട്രീറ്റ്മെന്റ് നടത്താതിരിക്കത്തൊന്നുമില്ല ഞങ്ങൾ എന്നൊന്നും തീരുമാനിച്ചിട്ടുമില്ല. അർച്ചന സമ്മതിച്ചാൽ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്യും, ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്യും. പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യം, ആ കുഞ്ഞിനെ ഒഫീഷ്യലായി ദത്തെടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ശരിയാണ്, അത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റ് തന്നെയാണ്. പക്ഷേ അത് തിരുത്താവുന്നതേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നു. എങ്ങനെയാണ് തിരുത്തുന്നത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾ നിയമപരമായി ദത്തെടുക്കും. അതിനെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയുമായി മുറിയിലേക്ക് പോയി കഥ കടക്കുകയാണ്. അവന്തിക ഇത് കേട്ട് ടെൻഷൻ ആകുന്നു. പിന്നീട് പറയുന്നു, അത് ശരി, ഇതാണല്ലേ ഉദ്ദേശം, നിയമപരമായി ദത്തെടുക്കൽ. അത് ഞാൻ ശരിയാക്കി തരാം. ഇന്ന് തന്നെ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് വിചാരിച്ച് ആരെയോ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം, വളർത്താനല്ല, കൊല്ലാൻ. ഓർഫനേജിന്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ സെൻഡ് ചെയ്തേക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ കുഞ്ഞിനെ ദത്തെടുത്ത് അവൾ ഈ നെല്ലിശ്ശേരി വീട്ടിൽ വളർത്തണ്ട, ഇനി അവൾ ആ കുഞ്ഞിനെ ജീവനോടെ കാണാനും പോകുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നു. തുടർന്ന് കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു വെച്ച് സങ്കടത്തോടെ ഇരിക്കുകയാണ് അർച്ചന. അപ്പോൾ സച്ചി വന്ന് അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. തന്നോട് വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല. കുറച്ചു ദിവസം അവൾ നമ്മളുടെ കുഞ്ഞായിരുന്നു. അവളുടെ കളിയും ചിരിയും ഒക്കെ ഇവിടെ നിറഞ്ഞു നിന്നതുമാണ്. ഒന്നും അത്ര പെട്ടെന്ന് മറക്കാൻ തനിക്ക് കഴിയില്ലെന്നറിയാം. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതൊക്കെ കിടക്കുന്നത് കാണുന്നതാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞ് സച്ചി കളിപ്പാട്ടം എല്ലാം എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നു. സച്ചിയേട്ടൻ നേരത്തെ പറഞ്ഞ സത്യമാണോ? എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടുമോ? നിയമപരമായി നമുക്ക് അവളെ ദത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അർച്ചന സച്ചിയോട് ചോദിക്കുന്നു. അർച്ചന, ഞാൻ അതെങ്ങനെ ഓർത്ത് പറയും? ആ കുഞ്ഞിന് അവകാശമുള്ളതല്ലേ? ശിവരാമൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അർച്ചന, എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഡോക്ടർ സന്ധ്യ പറഞ്ഞത് മറന്നുപോയോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എനിക്ക് അതൊന്നും കേൾക്കണ്ട, എന്റെ മോളെ എനിക്ക് വേണം, അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. മറക്കണം, മറന്നേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല എന്ന് സച്ചി പറയുന്നു. അങ്ങനെ കരഞ്ഞു തളർന്ന് കുഞ്ഞിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ് അർച്ചന. അപ്പോൾ അവിടേക്ക് സച്ചി ആതിരയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നു. ആതിരയും സങ്കടത്തോടെ ഇത് നോക്കി നിൽക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ കരഞ്ഞു വിഷമിച്ച് കുഞ്ഞിന്റെയും സച്ചിയുടെയും അടുത്തേക്ക് വന്ന് നോക്കി നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു.